സോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മൾ ഒരു ട്രിപ്പുമായിട്ട് വന്നേക്കുവാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. സ്പോക്ക് ഇവിടെ ഉണ്ട്, പ്രാഡർ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്പോക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? നമ്മൾ ഫസ്റ്റ് വാരണാസി, അവിടുന്ന് ഡൽഹിയിൽ ചെന്ന് കസോള കസോളുള്ള ഒരു പാസ് കവർ ചെയ്യാൻ. കസോള ഒരു പാസ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ആയി പോകുന്നതാണ് പറഞ്ഞത്. നമ്മൾ വഞ്ചിനാടിനാണ് പോകുന്നത്. ഇപ്പം വഞ്ചിനാട് വരും. ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. വഞ്ചിനാടാണ്, വഞ്ചിനാട്. ചെങ്ങന്നൂരിൽ നിന്ന് വഞ്ചിനാട് എക്സ്പ്രസ്സിൽ കയറി നമ്മൾ എറണാകുളത്താണ് ഇറങ്ങിയത്. ഇവിടെ നിന്നാണ് നമുക്ക് വാരണാസി പോകാനുള്ള പാട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉള്ളത്. എറണാകുളത്ത് നിന്ന് നമ്മുടെ കൂടെ ആദ്യം ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ സ്പോക്ക്, സീറ്റില്ലാത്ത സ്പോക്ക് ഇവിടെ എ സിയിൽ. സത്യം പറഞ്ഞാൽ സ്പോക്കാണ് നമുക്ക് സീറ്റ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 3 ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്, എനിക്കും സ്പോക്കിനും മീനാക്ഷിക്കും. അപ്പോൾ ടിക്കറ്റ് കൺഫേം ആക്കിയത് സ്പോക്ക് തന്നെയാണ്, മറ്റേ MLA കോട്ട വെച്ചിട്ട്. പക്ഷേ അതിൻ്റെ അതിൽ എനിക്കും ഇവക്കും മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. ടിക്കറ്റ് കൺഫേം ആക്കി തന്ന സ്പോക്കിന് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. ഇവരോടെ തലേണെല്ലാം കൊണ്ടുപോകും കേട്ടോ. സമയം ഏകദേശം 11:24 11:55 നമ്മളിപ്പോൾ 3Aയിലാണുള്ളത്. തേർഡ് AC 3Aയിലാണുള്ളത്. അപ്പോൾ ഇതാണ് 3AC. അളിയാ, 3AC കുറിച്ച് നിനക്ക് എന്തോ പറയാനുള്ളത്? ഇതിനെക്കാട്ടും അല്ലേ ലോക്കലെടുത്ത് പോകുന്നതായിരുന്നു അല്ലേ? ചന്തയാണ് ഗൈസ്, ചന്ത. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് ആ ഭാഗത്ത് നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട്. അല്ല, നമുക്ക് ഇവരോട് ചോദിക്കാം. അളിയാ, എറണാകുളം പാട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, ഇത് വാരണാസി വഴി പോകുന്ന ഈ ഒരു ട്രെയിനിൻ്റെ കുറച്ച് ഫീഡ്ബാക്ക് പറയാമോ? ഫീഡ്ബാക്ക് ഐ തിങ്ക് ഇത് എറണാകുളത്തുനിന്ന് വാരണാസി ഞാൻ ഫസ്റ്റ് ടൈമാണ്. അല്ലാതെ ഡൽഹി ചെന്നിട്ടുള്ള റൂട്ട് പോയപ്പോൾ AC അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ വാരണാസി ഈ ട്രെയിനിൻ്റെ കാര്യം ഐ തിങ്ക് അത്യാവശ്യം നല്ല ക്രൗഡാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഫസ്റ്റ് ക്രൗഡാണ്. അല്ലെങ്കിൽ രാവിലെ ഒക്കെ ഭയങ്കര ക്രൗഡ്, ഇവിടെ ആൾക്കാർ ഭയങ്കര കൂടുതലായിരുന്നു. ഓവർ ക്രൗഡഡ് ആണ്. നമ്മളാണെങ്കിൽ തേർഡ് AC എടുത്തെന്ന് പറഞ്ഞാൽ വലിയ തിരക്കില്ലാന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്താണെങ്കിൽ സ്ലീപ്പറിനെക്കാട്ടി കഷ്ടമായിട്ട് ഒരുപാട്. സ്ലീപ്പർ അല്ല, ലോക്കലിനെ കാട്ടി. അളിയാ, നമ്മളിപ്പം സ്ലീപ്പറിലല്ലേ? സ്ലീപ്പറിലെ അവസ്ഥ എങ്ങനെയുണ്ട്? അവസ്ഥ കണ്ടില്ലേ? ഇവർക്കൊന്നും ടിക്കറ്റ് ഇല്ല. ഇവരെല്ലാം ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് കയറിയപ്പോ എന്തായാലും വൈബല്ലയോ? സ്ലീപ്പർ മുട്ട വൈബ. സോ നമ്മൾ ഏകദേശം ജബൽപൂറൊക്കെ എത്തിയിട്ടുണ്ട്. ജബൽപൂർ എത്തി. ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റോളം നിർത്തിയിട്ടേക്കുമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. എന്താണ്, സെറ്റല്ലേ? സ്റ്റേഷൻ ഇന്നിപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പ്ലേസിൽ വന്നിട്ടുണ്ട്. ഇത് സ്ഥലം എവിടാ? ഏതൊരു ഗല്ലിയാ? ഈ മന്ദിറിന്റെ അടുത്ത, വിശ്വനാഥ മന്ദിറിന്റെ അടുത്ത്, അമ്പലത്തിന്റെ അടുത്ത് തന്നെ അല്ലേ? അതെയാ, ചായ എങ്ങനെ ഉണ്ട്? സൂപ്പർ ചായ. നെസ്കഫേയുടെ കപ്പിലാ, നെസ്കഫേയുടെ ചായ. പക്ഷേ ചായ ഗ്യാസിലൊന്നും അല്ല ചായ ഉണ്ടാക്കുന്നത്. ഗ്യാസിലല്ല, കോള. അത് തന്നെ. സോ നമ്മൾ ഇന്ന് വെളുപ്പിനെ വാരണാസിയിലെത്തിയായിരുന്നു. റൂമൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇവിടെ സെറ്റാണ്. രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പരിപാടിയായിട്ട് എല്ലാവരും സെറ്റാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗല്ലി വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് പറഞ്ഞ ആ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
ഈ പോകുന്ന കൂട്ടത്തിൽ സൈഡിലൊക്കെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നോക്കിയാലും ഇതുപോലത്തെ ഗല്ലീസൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതൽ. ഇത് വേറൊരു ഷോപ്പാണ്. അതുപോലെ ഇത് വേറൊരു ഷോപ്പാണ്. അതിനിടയ്ക്ക് ഇതുപോലെ സൈക്കിളും സ്കൂട്ടറും അങ്ങനെ വാഹനങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട്. ഇവിടെ എല്ലാം പല പല ഷോപ്സ് ഉണ്ട്. നമുക്ക് ഹോട്ടൽസ് ഉണ്ടാവും, പലചരക്കടയുണ്ടാവും, തുണിക്കടകളുണ്ടാവും, കഫേസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഷോപ്സുകളുണ്ട്. അതിൻ്റെ വീടുകളുണ്ടാവും. ഇതൊരു വേറെ ഷോപ്പാണ്. ഇത് അടുത്തൊരു ഷോപ്പാണ്. നമ്മളിപ്പോൾ ഘാട്ടുകളിലോട്ട് വന്നേക്കുവാണേ. ഇതാണ് ഇവിടുത്തെ ഘാട്ടുകൾ. അങ്ങ് ലാസ്റ്റ് അറ്റം തൊട്ട് ലാസ്റ്റ് അറ്റം വരെ ഇവിടെ ഘാട്ടുകളാണ്. ഇവിടെ ഇപ്പം ഗംഗാരതി തുടങ്ങാൻ പോവാണ്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഗംഗാരതി സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഗംഗാരതി കാണാൻ വന്നേക്കുവാണ്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഡെഡ് ബോഡീസ് കത്തിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോൾ ഈ വഴി തന്നെ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പം അത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഗംഗാ റിവർ. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പതുക്കെ മുന്നോട്ട് നടക്കാൻ പോകണേ. ഇപ്പം നമ്മൾ പോകുന്നതാണ് ഈ മുന്നേ കത്തിക്കുന്നതുണ്ടോ, ഇത് ഡെഡ് ബോഡീസാണ്. ഡെഡ് ബോഡീസ് പച്ചയായിട്ട് ഇവിടെ കത്തിക്കുവാണ്. മുമ്പേ ഇവിടെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ വിറക് പറക്കി വെക്കുന്നുണ്ടോ, ഇവിടെ ഒരു പുതിയ ഡെഡ് ബോഡി കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഡെഡ് ബോഡീസ് കത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ പുതിയ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പുതിയല്ല, ഡെഡ് ബോഡി കത്തി തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ഇത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ആ 2 എണ്ണം കത്തിക്കഴിഞ്ഞാണ് ഇപ്പോൾ പുതിയ ഒരെണ്ണം കൊണ്ടുവരും. ഇപ്പം പച്ചയായിട്ട് കത്തിക്കുന്ന കാണാൻ പറ്റും. നമ്മളവിടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ശവം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് മൂടിയിട്ടൊക്കെ അല്ലേ കത്തിക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ഈ ചിത ഇങ്ങനെ ഒരുക്കും. ആ ചിതയുടെ ഏറ്റവും മോൾ ഭാഗത്തായിട്ടാണ് ഡെഡ് ബോഡി കത്തിക്കുന്നത്. താഴേന്ന് തീ കൊളുത്തും. നമ്മളിപ്പോൾ അസിഘാട്ടിലാണ് ഉള്ളത്. അസിഘാട്ടിൽ ഗംഗാ പൂജ തുടങ്ങിയിട്ടുണ്ട്, ഗംഗാ ആരതി തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കൂട്ടമൊക്കെ ഉണ്ടേ. നമ്മൾ അസിഘാട്ടിൽ വന്ന് ഇത് കാണാനുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടും. അവിടെ എല്ലാം ഓരോ ഘാട്ടുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടില്ല. അവിടെ ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ തുടങ്ങും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി കാണിച്ചു തരാം. അവിടെ ആരതി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അടുത്ത ഡേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കുവാണേ. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 41 ഒക്കെ വരും. നമ്മൾ ഗല്ലിയിൽ നിന്ന് ഇപ്പം ജസ്റ്റ് റോഡിലോട്ട് ഇറങ്ങുവാണ്. നമ്മുടെ റൂം അവിടെയാണ് വരുന്നത്, ഇതിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. അവിടുത്തെ 2 താലിയാണ് ഓർഡർ ചെയ്തത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഹരീശ്ചന്ദ്ര ഘാട്ടിലേക്കാണ് പോയത്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹരീശ്ചന്ദ്ര ഘാട്ട് എന്ന് പറയുന്നത്. ഘാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവാണ്. ഇവിടെ ഈ വാരണാസിയിൽ ഏകദേശം 80ഓളം കടവുകളുണ്ട്. അതായത് 80 ഘാട്ടുകളുണ്ട്. അതിൽ 2 ഘാട്ടുകളിലാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത്. നമ്മുടെ റൂമിനടുത്തുള്ള ഹരീശ്ചന്ദ്ര ഘാട്ടും കാശി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്തുള്ള
മണികർണിക ഘാട്ടിലുമാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത്. നമ്മൾ ഹരീശ്ചന്ദ്ര ഘാട്ടിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു മൃതദേഹം കൊണ്ടുവന്ന് ഗംഗാനദിയിൽ മുക്കി പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നേരെ ദഹിപ്പിക്കാനായി ചിതയിലേക്ക് കൊണ്ടുവെക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഹരീശ്ചന്ദ്ര ഘാട്ടിൽ നിന്നും നേരെ മടങ്ങി ഒരു ലസ്സി ഷോപ്പിൽ പോയി ഒരു ലസ്സിയൊക്കെ അകത്താക്കി വീണ്ടും നമ്മൾ നേരെ അസി ഘാട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. അസി ഘാട്ടിൽ നിന്നും നമ്മൾ ഒരു ബോട്ടെടുത്ത് നേരെ മണികർണിക ഘാട്ടിലേക്കാണ് പോയത്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് വാരണാസിയിലെ എല്ലാ ഘാട്ടുകളും കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഘാട്ടുകളിൽ കൂടെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന വ്യൂ അല്ല നമ്മൾക്ക് ബോട്ടുകളിൽ പോകുമ്പോൾ കിട്ടുന്നത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ വാരണാസിയിൽ പോവുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ബോട്ട് സഫാരി നിർബന്ധമാണ്. ശ്രീ കാശി വിശ്വനാഥ മന്ദിർ ഘാട്ടിലിറങ്ങിയിട്ട് അവിടുത്തെ ഗംഗാ ആരതിയും കണ്ട് നേരെ പോയത് വിശ്വനാഥനെ തൊഴുത് പ്രാർത്ഥിക്കാനാണ്. ഓക്കെ, അതെന്തോ കത്തിക്കുന്നേ? അതോ മനുഷ്യനെ കാല് കാണാം, കാല് കൈയും കാണാം. കണ്ടോ? കൈ കാണാൻ പറ്റുന്നില്ല എനിക്ക്. അതുകൊണ്ട് വെള്ളോട് കിടക്കുന്നുണ്ടോ ഒരു തടി പോലെ? ശരിയാ, ഇത് കൈയാണ്. മനുഷ്യനൊക്കെ ഇത്ര മണികർണിക ഘാട്ടിൽ പോയി മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് മുമ്പ് നേരെ പോയത് ബാങ് കഴിക്കാനാണ്. ബാങ് കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് മടങ്ങി.